ഓരോ ഗ്രാമത്തിന്റെയും ഐശ്വര്യമാണ് അതാത് സ്ഥലങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തകർന്നു കിടന്ന മഹാവിഷ്ണു ക്ഷേത്രത്തെ വീണ്ടെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ചെറുപ്പക്കാരന്റെ സ്വപ്നം ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ഇനിയുള്ള ദിനങ്ങളിൽ ഈ ഗ്രാമം ഉത്സവലഹരിയിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തകർന്നു കിടന്ന തലവിൽ ദേവത്താർ മഹാവിഷ്ണു ക്ഷേത്രം. ഭക്തി ചൈതന്യം തുളുമ്പി ഈ ക്ഷേത്രം ഇവിടെ തലയെടുപ്പോടെ നിൽക്കുന്നതിന് കാരണമായതാകട്ടെ 30-കാരനായ അർജുൻ എന്ന യുവാവും കൂടെ കൂടിയ ചിലരും. ഒട്ടനവധി കാലം തകർന്നു കിടന്ന് കേവലം 10 സെന്റ് സ്ഥലത്തിൽ മാത്രം ഉൾക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രസന്നിധി പരിപൂർണമായും തകർന്നു കിടക്കുന്നൊരു അവസ്ഥയിലായിരുന്നു. ഗുരുപരമ്പരയുടെ കടാക്ഷം കൊണ്ട് ഈശ്വരൻ പൂർണ്ണമായും കടാക്ഷിച്ചൊരു സ്ഥലമെന്ന് തന്നെ ഈ സന്നിധിയെ പറയാം. കേവലം 2021 ഡിസംബർ 17 ക്ഷേത്രത്തിൻ്റെ ഷടാതര പ്രതിഷ്ഠാകർമ്മം ആരംഭിച്ച് 2024 ഇന്ന് ഈ നിമിഷം വരെ ആകുമ്പോഴേക്കും ഏകദേശം 2 വർഷത്തിലധികം സമയമാകുമ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ചുറ്റമ്പലവും എല്ലാം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിക്കാൻ സാധിച്ചു എന്നതിലും വളരെ ഒരു മഹാത്ഭുതം, നമുക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതമായി അനുഭവവേദ്യമായ ഒരു സ്ഥലം കൂടിയാണിത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് മുനിയറകളും മറ്റുമൊക്കെ ക്ഷേത്ര സമീപ പ്രദേശങ്ങളിലുണ്ട്. ആ മുനിയറകൾ ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ജീവസമാധിയുള്ള സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു തപോഭൂമിയിൽ അതിൻ്റെ പരിപൂർണതയോടുകൂടി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സാധിച്ചു എന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ചേർന്ന് വന്ന ഒരു മഹാഭാഗ്യമായിട്ടാണ് ഇതിനെ കരുതുന്നത്. ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 വർഷം കൊണ്ട് ഏകദേശം 1 ഏക്കറോളം സ്ഥലം കൂടി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം ഉൾപ്പെടുന്ന ഭൂമി ഉൾപ്പെടെ ഏകദേശം 1 ഏക്കറോളം സ്ഥലം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ലോകമെമ്പാടും ജോലി ചെയ്യുന്ന വിദേശികളായവരും ഒക്കെ ചേർന്ന് ഓരോരോ സെൻറ്റ് ഭൂമി ഭഗവാനെ സമർപ്പിച്ച് ഭൂമി സമർപ്പണം വാങ്ങി ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ഭൂമിയൊക്കെ തിരിച്ചു പിടിച്ച് ആണ് ഈ 2.5 വർഷം കൊണ്ട് ക്ഷേത്രം ഇന്നീ കാണുന്ന അവസ്ഥയിൽ പൂർത്തിയാക്കാൻ സാധിച്ചത്. ക്ഷേത്ര നിർമ്മാണത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട സമയത്ത് ഈ യുവാവും കൂട്ടരും നേരിടേണ്ടി വന്നത് കടുത്ത ഭീഷണികളും പ്രതിസന്ധികളുമായിരുന്നു. അർജുന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇവയെല്ലാം നാഴികക്കല്ലുകളായി. സ്വപ്ന സഫലീകരണത്തിനായി ഏതാനും ചില ഭക്ത മനസ്സുകളും മുന്നോട്ട് വന്നതോടെ ക്ഷേത്ര നിർമ്മാണം എന്ന സ്വപ്നം പൂവണിഞ്ഞു. 2 വർഷത്തിലധികമെടുത്താണ് കരിങ്കല്ലുകളിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇന്ന് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുമ്പോൾ തളിപ്പറമ്പ് ചപ്പാരപ്പെടുവിനടുത്ത തലവിൽ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ഉത്സവലഹരിയിലാണ്. പുരാതന കാലത്ത് സിദ്ധർഷിമാർ തപസ് ചെയ്തിരുന്ന പ്രദേശമാണ് തലവിലെന്നും വിശ്വാസമുണ്ട്. ഇത് സാധൂകരിക്കും വിധത്തിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് 3 മുനിയറകളും സ്ഥിതി ചെയ്യുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് ക്ഷേത്രം തകർക്കപ്പെട്ടത് എന്നാണ് തലമുറകളായി കേട്ടുവരുന്നത്. ക്ഷേത്ര ചുവരുകളിൽ ചരിത്രം വിളിച്ചോതിക്കൊണ്ട് വൈകുണ്ഠം ആസ്പദമാക്കി സപ്തഋഷീശ്വരന്മാരുടെ ചുവർചിത്രവും പ്രശസ്ത ചിത്രകാരൻ ബിജു പാണപ്പുഴയുടെ നേതൃത്വത്തിൽ ആലേപനം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ നേത്രോന്മലീന ചടങ്ങ് മുഞ്ചിറ മഠാധിപതിയുടെയും നേതൃത്വത്തിൽ നടന്നു. യോഗം അതുതന്നെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയ ഒരു നിമിഷമാണ് ഇപ്പോൾ. അത് വാസനാമൂർത്തി അതിൻ്റെ
വിപുലീകൃതമായിട്ടുള്ളതായിരിക്കുന്ന ആ രൂപത്തിൽ ഇവിടെ അതിൻ്റെ ഉന്മീലന കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് ഒന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഇതിൻ്റെ വേദിക്കായിട്ടുള്ളതായിരിക്കുന്ന ആ തത്വബോധം, ഭാവം നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി കൊണ്ട് ഞാൻ ശ്രമിക്കാം. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ നിങ്ങളുടെ ധ്യാനാവസ്ഥയിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യമാണത്. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും അത് വാക്കുകളിലൂടെ വരുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എന്താണ്. അതായത് നമ്മളൊരു അഡ്രസ്സ് എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പിൻകോഡ് എഴുതും അല്ലേ? എന്ന പോലെ നമ്മൾ ഈ ഗുണം ഈ നമ്മുടെ പ്രാർത്ഥനകൾ, ജീവിതത്തിലെ സമ്പൂർണ്ണമായ സമർപ്പണങ്ങൾ എല്ലാം നമ്മുടെ ഈശ്വരനോട്, ഏതൊരു ശക്തിയാണ് നമുക്ക് സാധിച്ചു കഴിച്ചാൽ ആ ശക്തിയോട് ഇത് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഈ പറയണം നമ എന്ന് പറയും. അതിനു മുമ്പ് ഓം എന്ന് പറയും. അത് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ രൂപത്തിൽ ഓം നമോ ഭഗവതി വാസുദേവായ നമ, ഓം ഗോ നാരായണായ നമ, ഓം നമ ശിവായ ശിവായ നമ, ഓം രാമായ നമ. അപ്പം അതിൽ ആദ്യത്തെ മന്ത്രം പ്രണവം ഓം എന്നുള്ളതാണ്. ഓമിന് ഉള്ളത് 3 ഘടകങ്ങളാണ് നമുക്കറിയാം. ആ ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇവിടെ ഈ പിൻകോഡിൽ നിന്ന് നമുക്ക് ഏത് ദേശമാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയാണ്, ഏത് സ്റ്റേറ്റാണ്, ഏത് രാജ്യമാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പിൻകോഡിൽ നിന്ന് അറിയും ഇല്ലേ? എന്ന പോലെയാണ് പ്രണവത്തിൽ നിന്നും ബീജത്തിൽ നിന്നും നമുക്ക് ആ ദേവതാ സങ്കല്പത്തെ മുഴുവൻ അറിയും. ഇതിൻ്റെ വേദിക്കായിട്ടുള്ളതായിരിക്കുന്ന അതിൻ്റെ ഭാഷ്യം ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. സ്ഥൂലം സൂക്ഷ്മം പരം ചേതി ബ്രഹ്മണോ വിഭു. അതാണ്. അതായത് ഇത് ശക്തിയിൽ നിന്ന്, ശിവനിൽ നിന്ന്, വിഷ്ണുവിൽ നിന്ന് അവസാനം ശിവനിലേക്ക്. അപ്പോൾ ഈ നമ്മുടെ ഭാരതീയ ഈശ്വര സങ്കല്പത്തെ മുഴുവൻ തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും ഭൂലോക വൈകുണ്ഠം എന്ന് പറയും അല്ലേ? ഇതൊക്കെ കാണുന്നതാണ് ഭൂലോക വൈകുണ്ഠമാണ് കാണുന്നത്. അതിൽ സപ്തർഷികൾ, അത് കഴിഞ്ഞാൽ എല്ലാ ദേവന്മാർ, അതിൻ്റെ സൃഷ്ടിയുടെ ആവിർഭാവം, സ്ഥിതിഭാവത്വം. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാവർക്കും 3 ഭാവങ്ങൾ ഈ പറഞ്ഞ ഈശ്വരൻ്റെ ക്രിയേഷൻസ് ഈ പറഞ്ഞ നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സൃഷ്ടി തുടങ്ങുന്നത് തന്നെ ജലത്തിലാണ്. നമ്മുടെ എവല്യൂഷൻ തിയറി ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഡാർവിൻ്റെ തിയറി എന്ന് പറയും. അതല്ലാതെ കൊണ്ട് വേദകാലഘട്ടത്തിൽ അതായത് ഋഗ്വേദസ്, സാമം, മദറവും എന്നായിരിക്കുന്ന വേദങ്ങൾ തുടങ്ങുമ്പോൾ ആണ് മനുഷ്യരാശി ഈ ഭൂമിയിൽ വരുന്നത്. അപ്പോഴേക്കും എവല്യൂഷനിലായിട്ട് മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന രൂപം വന്നു കഴിഞ്ഞു. അതായത് വിശേഷജ്ഞാന ഇന്ദ്രിയമുള്ള ആയിരിക്കുന്ന ഒരു ജീവി, മനസ്സുള്ള ജീവി, ഈശ്വരൻ്റെ സൃഷ്ടിയാണത്. ഒരു സവിശേഷമായ ഒരു സൃഷ്ടിയാണത്. ആ സൃഷ്ടിയിലുള്ളതായിരിക്കുന്ന ആ വൈശിഷ്ട്യങ്ങളെ മുഴുവനുമാണ് ഈ സ്ഥൂലം സൂക്ഷ്മം വരം ചെയ്തി ബ്രഹ്മണോ വിഭു എന്നുള്ളതായിരിക്കുന്ന ആ സങ്കല്പത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള ചിത്രീകരണത്തിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഭാവാത്മകത, ആ ധാരണ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു, അർത്ഥം കഴിഞ്ഞപ്പോൾ ആ വാക്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭാവം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് ആ വാക്കുകൾ എവിടെയൊക്കെ പ്രയോഗിക്കും, എങ്ങനെയൊക്കെ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ അത് ആ വാക്കിനെ പറ്റിയുള്ളതായിരിക്കും പൂർണ്ണമായിട്ടുള്ളതായിരിക്കുന്ന രൂപം നമുക്ക് കിട്ടുള്ളൂ എന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലൂടെ ഇവിടം ഈ ഭൂലോക വൈകുണ്ഠം അല്ലെങ്കിൽ ഈ വേദങ്ങൾ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യരാശി ഉത്ഭവത്തിൻ്റെ കാലം മുതൽ ഈ ഗുണം ഇതിൻ്റെ ഈ മനുഷ്യരാശി അവസാനിക്കുന്നതായിരിക്കുന്ന കാലഘട്ടം വരെ, ഇനി കൽക്കി വന്ന് ഭൂമി അവസാനിക്കുന്ന കാലഘട്ടം വരെയുള്ളതായിരിക്കുന്ന ആ ഈശ്വരീയ പ്രതിഭാസത്തിൻ്റെ ബ്രഹ്മചൈതന്യ രഹസ്യത്തിൻ്റെ ഈ മുഴുവൻ രൂപമാണ് ഈ കാണിച്ചത്. അതിനാണ് വേദത്തിൽ സൂക്ഷ്മം സ്ഥൂലം പരം ചേതി ബ്രഹ്മണോ വിഭു എന്നുള്ളതായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓം എന്നുള്ളതായിരിക്കുന്ന സൗണ്ടിലൂടെ ഉള്ളതായിരിക്കുന്ന അതിൻ്റെ ആ എന്താ എനർജിയിൽ, സൗണ്ട് എനർജിയിലൂടെ ഓം എന്നുള്ളതായിരിക്കും ശബ്ദം നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ണിലൂടെ ലൈറ്റ്
കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ധരിക്കുന്നത്, ശബ്ദത്തിലൂടെ ധരിക്കുന്നു, കണ്ണിലൂടെ ധരിക്കുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നിലൂടെയും ധരിച്ചു കഴിഞ്ഞിട്ട് മാത്രമായി ഈശ്വരൻ്റെ ആ സങ്കല്പം നമുക്ക് കിട്ടുക. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളെന്തും ധ്യാനാദിവാസത്തിൽ റിയലൈസ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഭാരതീയ ഈശ്വര സങ്കല്പം അത് വേദിക്കാണ്. അപ്പം അതിൽ നിരവധി ശാസ്ത്രങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇത് കാല, ദേശ, ഭാഷ അതീതമാണ്. ഈ ഭാരതത്തിൻ്റെ ഈ ഈശ്വരീയ സങ്കല്പം വേദിക് തിയറി ഉണ്ടല്ലോ, എല്ലാത്തിനും അതീതമാണ്. അതായത് പ്രപഞ്ച ചൈതന്യ രഹസ്യം എന്താണ് എന്ന് ഇവിടെ ഇതൊക്കെ കാണിച്ചു തരുകയാണ്. പ്രതിഫലനം നമുക്ക്, ആ ചൈതന്യം നമുക്ക് അനുഗ്രഹമായി വരുമെന്നുള്ളത് തീർച്ചയാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, പൂജ്യസ്വാമിജി ആ നേത്രോൺമേലിൻ്റെ ചടങ്ങ് നടക്കുമ്പോൾ സ്കന്ധപുരാണത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ദേവലോകത്ത് ചിത്രശാലയിൽ കൂടി നോക്കുമ്പോൾ പാർവതി ദേവി ആ ചിത്രശാലയിൽ ഓങ്കാര രൂപത്തെ തന്നെ നോക്കി നിന്നു. പ്രണവം, ആ പ്രണവം ഓങ്കാര രൂപം നോക്കി നിന്നപ്പോൾ അതിൽ നിന്നാണ് ഗണേശ ഭഗവാൻ ഉത്ഭവിച്ചതെന്ന് പറയും. മത്സ്യപുരാണത്തിൽ മറ്റൊരു കഥയുണ്ട്. അപ്പോൾ ആ ആദ്യമായി ഗണേശ ഭഗവാൻ പാർവതി ദേവിയുടെ ആ ദൃഷ്ടിയിൽ നിന്നും ആ ഭാവത്തിൽ നിന്നും ആ ഓങ്കാര രൂപത്തിൽ നിന്ന് ഉത്ഭൂതമായി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചു, സൃഷ്ടി, സ്ഥിതി, സംഹാരമെല്ലാം കൂടെ. അപ്പോൾ അനന്തമായിരിക്കുന്ന, അതായത് അതിന് പരിമിതിയില്ല. അപ്പോൾ അത് കേവലം ഒരു ചിത്രമല്ല. നമ്മുടെ ധർമ്മപ്രകാരം തന്ത്രശാസ്ത്രം ഒത്തിരി വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ലേഖ്യമായി വരയ്ക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ. അപ്പം ഇതൊരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിലൂടെ നമ്മൾ സ്വയമേവ നമ്മളെ അറിയാം. നമ്മുടെ ക്ഷേത്ര സംസ്കാരം എന്ന് പറയുന്നത് തന്നെ നാം നമ്മെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മെ ബോധ്യപ്പെടാനാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ദേഹോ ദേവാലയ, ജീവോ ദേവ സദാശിവ. അപ്പോൾ നമ്മളുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം, അതിൻ്റെ ഉള്ളിലെ ആ പ്രാണൻ തന്നെയാണ് ദൈവം എന്ന് നമ്മോട് ഉദ്ഘോഷിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്ര സംസ്കാരം. ആ ക്ഷേത്ര സംസ്കാരത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുക കൂടി വേണം. അതിൽ ഇവിടെ ഇത്തരത്തിലൊരു പലയിടത്തും പല ചിത്രങ്ങളും ഉണ്ടാകുമ്പോൾ ഇത് കേവലം ചിത്രമല്ല. ആ ശില്പി വരച്ച ചിത്രം ഇപ്പോൾ ഈ നിമിഷം വരെ ചിത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വിശേഷണങ്ങൾ കൊണ്ട് ഗ്രഹിക്കേണ്ടതും അതുപോലെ ആ വിശേഷണത്തിൽ നിന്ന് ചൈതന്യം പ്രസരിക്കുന്നതുമായിരിക്കുന്നു സ്വാമിയുടെ ആ ഒരു ചടങ്ങുകളോട് കൂടി. അപ്പോൾ നിങ്ങളിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെയൊക്കെ തൊഴുമ്പോൾ ഇവിടെ ഗണേശനുള്ള ഇതായിരിക്കും അല്ലേ, ഗണപതിയൊക്കെ വന്നിച്ചതിന് ശേഷം ഇവിടെയും കൂടി ഒന്ന് തൊഴണം. അല്ലാണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഇവിടെ തൊഴിട്ട് നേരെ ഇങ്ങനെ പോയാൽ അടുത്ത ആളും അതിനെ ചെയ്യാം. അപ്പം നമ്മളോട് തൊഴുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ ചോദിക്കും, അല്ലയോ അമ്മേ, അല്ലെങ്കിൽ മുത്തശ്ശ, അല്ലെ തിരുമേനി, ഇതെന്താ ഇവിടെ തൊഴുന്നേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴേ അത് പറഞ്ഞു കൊടുത്ത് തുടങ്ങണം. കാരണം നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ ഈ പറഞ്ഞു കൊടുക്കലും ചോദിക്കലും മനസ്സിലാക്കലും ഇല്ല. എന്തോ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഒരു അപജയം നന്നായിട്ടുണ്ട്. അതില്ലാതെ ഇപ്പോൾ സ്വാമിജി ഇവിടെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുമില്ല മക്കളെ, പ്രണവം, ഓംകാരം. എല്ലാ ഹിന്ദുവിനെയും നമ്മൾ പല സമ്പ്രദായങ്ങളിൽ നോക്കിക്കാണുമ്പോൾ ഹിന്ദുവിലെ ഏത് വിഭാഗമാവട്ടെ എല്ലാവരും പ്രണവം ജപിക്കുന്നവരാണ്. ഓം എന്ന് പറയാത്തവരായിട്ട് ആരും ഉകാരം അകാരങ്ങളാകുന്ന ആ ഒന്നെന്നെ മൂന്നായി പിരിഞ്ഞത് അത് പറയാത്തൊരു ഹിന്ദുവുമില്ല. ആചാരത്തിലൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ ഇത് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഒരു വിശദീകരണം. വേദം നിങ്ങൾ വായിച്ചു പഠിക്കൊന്നും വേണ്ട. അധികാരി ഭേദം ഉള്ളത് കൊണ്ട് മനസ്സിലാവില്ല. പഠിച്ചോളൂ, എല്ലാവരും പഠിച്ചോളൂ. പക്ഷെ അധികാരി ഭേദം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലാവും. അതുകൊണ്ടാണ് സ്വാമിയും പറഞ്ഞത് അത് അത്തരത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കടന്നിലൂടെ തൊഴണം. കേവലം ചിത്രമായി കാണരുത്. അത് നമ്മൾ തൊഴുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടെ ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ മഹത്വത്തോടെ വരുമ്പോൾ തന്നെയാണെന്ന് വെച്ചാൽ ഒന്നുമല്ലാതിരുന്നിടത്ത് എല്ലാമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ചൈതന്യം അത്രയ്ക്കുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറച്ചു കാലം കൊണ്ട് തന്നെ ഇതിന്റെ ഖ്യാതി ഭാരതത്തിൽ മാത്രമല്ല പുറത്തേക്ക് വ്യാപിക്കും. അതിന് നമ്മൾ ഭക്തന്മാരെല്ലാവരും ആ ചിന്തയോടെ പോവുക. ക്ഷേത്രത്തെ അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി മുന്നോട്ടുകൊടുത്തിലേക്കാണ് നമുക്ക് പറയാനുള്ളത്.
ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു അവസരം കിട്ടിയത് നമ്മുടെ കലാജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നുവെന്നും ബിജു പാണപ്പുഴ പറഞ്ഞു. ഞാൻ ബിജു പാണപ്പുഴ. ഒരു 2 മാസമായിട്ട് 2.5 മാസത്തിന് മേലെ ഈ തലവിൽ ദൈവത്താർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശി അജിത് കുമാർ, വടകര സതീശൻ, സുഭാഷ്, പാണപ്പുഴയിലെ കൃതീഷ് തുടങ്ങി ഞങ്ങൾ 4-5 പേര് 2.5 മാസം ഇവിടെ തന്നെ താമസിച്ച് വർക്ക് ചെയ്യാനായത്. ഈ ഒരു ക്ഷേത്രത്തിന് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വലിയ അവസരം കിട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കലാജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം വൈകുണ്ഠം ചെയ്യണമെന്നാണ് ഞങ്ങളോട് ആദ്യം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് വൈകുണ്ഠത്തിൻ്റെ അതിൻ്റെ പൂർണ്ണമായും വരുന്ന എല്ലാ ദേവീദേവന്മാരും എല്ലാവരും സപ്തർഷികൾ ഉൾപ്പെടെയുള്ള എല്ലാം ഈ ഒരു ഏരിയയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞൊരു കഥയാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും ഗജേന്ദ്രമോക്ഷം. ഒരു അനന്തശയനം ഒരുപക്ഷെ എന്തായാലും നമ്മുടെ വടക്കേ മലബാറിൽ ഇത്രയും വലിയൊരു അനന്തശയന ചിത്രം ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ അവസരം ഇവിടെ കിട്ടി. പിന്നെ ഇപ്പോഴാണ് നേത്രോന്മേലനത്തോടുകൂടി ഈ ചടങ്ങ് ചിത്രം ക്ഷേത്ര സമർപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അവസരം നിങ്ങൾക്ക് തന്നത് ഇവിടുത്തെ ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള അർജുനാണ് നിങ്ങളെ വിളിച്ചിങ്ങനെ അവസരം ഒരുക്കി തന്നത്. ഏപ്രിൽ 15 രാവിലെ 10:15 11:15 മധ്യേ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കും. തന്ത്രിയായ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുക. 18 രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനവും വൈകുന്നേരം 5 മണിക്ക് പാണ്ഡ്യമേളത്തോടുകൂടി തിടമ്പെഴുത്തും 6 മണിക്ക് തിടമ്പ് നൃത്തവും നടക്കും. ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നം പൂവണിഞ്ഞത് മാത്രമല്ല, ഒരുമയോടെ ഇറങ്ങിയാൽ എന്തും സാധ്യമാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നൂറ്റാണ്ടുകളായി തകർന്നു കിടന്ന ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിലൂടെ നൽകുന്ന മറ്റൊരു മഹത്തായ സന്ദേശം. കേരള ഓൺലൈൻ ന്യൂസ്.